ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ആഫ്റ്റർ എ വൈൽ ഞങ്ങൾ ഒരു ഡേ ഔട്ട് നടത്തിയതായിരുന്നു കേട്ടോ. അപ്പം നത്തിങ് മച്ച്, ജസ്റ്റ് ഷോപ്പിംഗ്, ഫുഡിങ്, പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി റീൽസ് എടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആൻഡ് ദാറ്റ്സ് ബേസിക്കലി വാട്ട് ദിസ് വ്ളോഗ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കണ്ടാലോ. ആക്ച്വലി ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. ഞാൻ എൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി, പക്ഷേ എൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. എനിവേയ്സ്, ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഷീമാർട്ടിയിലേക്കായിരുന്നു. അവിടെ 90% ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബ്ലൗസ് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ അവിടുത്തെ ബനാറസി സാരീസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് സാരീസിൽ. അപ്പോൾ അതൊക്കെ നോക്കി. അപ്പോഴേക്കും ഒരു ഉച്ചയാവാറെ നല്ലപോലെ വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടുത്തെ ഇൻറ്റീരിയർ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര പെർഫ്യൂമിൻ്റെ സ്മെല്ല്. എനിക്ക് അങ്ങനത്തെ സ്മെല്ല് പറ്റില്ല. എൻ്റെ കസിൻ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ, ഇവിടെ ഈ ഹോട്ടലിൽ നല്ല ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. പക്ഷേ ഭയങ്കര പെർഫ്യൂമിൻ്റെ സ്മെല്ല്, എനിക്ക് അങ്ങനത്തെ സ്മെല്ല് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മെഹബൂബ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ അവിടെ ഇരുന്നു കുറച്ച് നേരം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആഫ്റ്റർ എ ലോങ് ടൈം എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? സന്തോഷം മാത്രമേ ഉള്ളൂ. വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നേരണ്ടേ? കയ്യും വീശി വന്നേക്കണേണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ എത്ര മണിയായി? 1:10. ഓക്കെ, 1:10 അപ്പോൾ ഇത് വിശന്നപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അവർ ഞങ്ങൾ ഗെറ്റ് ഔട്ട് അടിച്ചു. കാരണം ഇനി 1:20 ആകുമ്പോഴേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അത്രയും നേരം പുറത്തിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടും ശക്തമായ വെയിലുള്ളത് കൊണ്ടും മടിയുള്ളത് കൊണ്ടും, അതാണ് മെയിൻ പോയിന്റ്, മടിയുള്ളത് കൊണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ നോർത്തു. കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുമായിരിക്കും എന്ന പ്രതീക്ഷയിലൂടെ. സൈനിങ് ഓഫ്, പൂജ, മേഘ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വെറുതെ വ്ളോഗൊക്കെ എടുക്കണ പോലെ കാണിച്ച് പിന്നെ ഓരോരുത്തർ വന്നു തുടങ്ങി കേട്ടോ. അവിടെ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ബിരിയാണി, മലബാർ ബിരിയാണി. ഞങ്ങൾ ഓർഡർ ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്തോ മെഹഫിൽ സ്പെഷ്യൽ ബിരിയാണിയോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ബിരിയാണി ആയിരുന്നു. ഫ്രൈഡ് ചിക്കൻ ആയിരുന്നില്ല, ദം പോലത്തെ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു, വളരെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്ത് സെൻട്രൽ സ്ക്വയറിലോട്ട് പോകാമെന്നായിരുന്നു. അത് ഞങ്ങൾ അതവിടെ നിന്ന് ഇങ്ങനെ പതിയെ ആസ്വദിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെൻറ്ററിലോട്ട് പോയി. ഞങ്ങൾ സെൻറ്ററിലേക്ക് പോയത് മെയിൻലി ഞങ്ങൾക്ക് റീൽസ് ഒന്നും എടുത്തില്ലല്ലോ. അപ്പോൾ റീൽസ് എവിടെയെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ഇതിൽ പ്ലാനിങ്ങിലാണ് ഞങ്ങൾ സെൻറ്ററിലോട്ട് പോയത്. പിന്നെ അവിടെ ചെന്ന് അങ്ങനെ ഓരോന്ന് എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ ഡ്രിങ്ക്സിനെ ചിയേഴ്സ് ചെയ്യുന്നില്ലേ, അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു റീൽസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. കുറേ പ്രാവശ്യം എടുത്തു, കുറേ ടേക്ക് എടുത്തട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ ഒന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡാൻസിന് പറ്റിയ ഒരു സോങ്സൊക്കെ സെലക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെപ്പൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. നമുക്ക് നിന്നൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഭയങ്കര ക്രൗഡഡ് ഏരിയയല്ലേ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഡാൻസ് റീൽസ് എടുക്കാൻ പറ്റിയ അതിൻ്റെ സ്റ്റെപ്സൊക്കെ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് റീൽസൊക്കെ എടുത്തു. ഈ റീൽസ് കാണാത്തവർ ഷോർട്സിൽ പോയി നോക്കണം കേട്ടോ, ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് അധികം ലേറ്റ് ആകാൻ നിന്നില്ല, ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.